നമുക്കിനി അടുത്ത് ചെയ്യാൻ പോകേണ്ട രസമാണ്. നമുക്ക് അതിന് വേണ്ടത് വറ്റൽമുളക്. വറ്റൽമുളകിൻ്റെ അടിയിലത്തെ ഞെടുപ്പെടുത്ത് നമ്മൾ കളഞ്ഞിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അരയ്ക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ നമുക്ക് 4 കൊച്ചുള്ളി ഉണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, പിന്നെ അത്യാവശ്യത്തിനുള്ള കുരുമുളക്. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. രസത്തിൽ നമ്മൾ ഒത്തിരി ചതച്ച് പേസ്റ്റ് ആക്കണം. നമുക്ക് മീഡിയം സൈസ് നരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് രസത്തിന് വേണ്ടിയുള്ള പുളിയാണ്. അതിന് നമുക്ക് പുളിവെള്ളത്തിന് വേണ്ടിയാണ് ഈ പുളി എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് നല്ലപോലെ ഞെവിടണം. നമ്മൾ രസത്തിനുള്ള ഒരു തക്കാളിയാണ് നമുക്ക് ഇനി കുഞ്ഞാന്നറിയാം. കുഞ്ഞാന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മീഡിയം സൈസിനറിയാം. നമ്മളത് ഇപ്പം രസത്തിന് ചതച്ചത് കൂട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. തക്കാളി, കരിയാപ്പില, പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു മീഡിയം സൈസിൽ ചതച്ച പേസ്റ്റും ഉണ്ട്, പിന്നെ പുളി വെള്ളവും ഉണ്ട്, പിന്നെ കായപ്പൊടിയാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത്. നമുക്കിത് ചട്ടി ചൂടായിട്ടുള്ള രസത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക്, ആവശ്യത്തിനുള്ള ഉലുവ, നമുക്കിനി ആ പേസ്റ്റ് നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇഷ്ടപ്പെട്ട നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ജീരകം, ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, അത് നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പുളിവെള്ളം, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്കിനി ആവശ്യത്തിനുള്ള കായപ്പൊടി, ഇനി നമുക്ക് നല്ല തിളക്കുന്ന രസത്തോട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. വേണം ഈ കമ്പ് വന്നിട്ടോ കളയാൻ മൂടില്ല. രസം കുറച്ച് സൈഡിലോട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വൈബിന് വേണ്ടി വന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ആഹാരം ഇത്രയും, അതും 3 കൂട്ടം കറിയും ചോറും. അത് നമ്മൾ വൈബിന് വേണ്ടി റംബൂട്ടാൻ്റെ കീഴിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഞാൻ തന്നെ തിന്ന് ചാവൂലായില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. ചൂടുണ്ടേ നല്ല ചൂടുണ്ട്. നമുക്കെല്ലാം കൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒത്തി കയ്യെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയ നല്ല സാധനമാണ്. എന്നാൽ ഏതോ ഒന്ന് എരിയുണ്ട് കേട്ടോ. അത് സത്യസന്ധമായി പറയും. രസത്തിന് എരിയ അതേ ഉള്ളൂ. രസത്തിന് വറ്റൽമുളകിൻ്റെ എരി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല കിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ മത്തി മത്തി വെച്ചാൽ പണ്ട് എൻ്റെ ഫേവറേറ്റ് ആഹാരമാണ് മത്തി.
മത്തി വന്ന് വെന്ത് മൊഴിഞ്ഞിട്ടുണ്ട് മത്തിയൊക്കെ. നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടാക്കി, അന്ന് എനിക്ക് വലിച്ചില്ല, ഞാൻ തിന്നുകൊണ്ട് ഇഷ്ടമല്ലോ. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ മീൻ തോരൻ, അത് നെത്തോലി തോരൻ. ബാക്കി ഞാൻ പറയാം, വെയിറ്റ് ചെയ്യണേ. നമുക്കിത് ഇച്ചിരി മിസ്റ്റേക്ക് വന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഈ രസം ഇച്ചിരി എരി ഓടിപ്പോയി. ബാക്കി എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മൾ നെത്തോലി മീനൊക്കെ നല്ല സെറ്റ്. ഇത്ര എരി വേണം അവിടെ രസത്തിന്. അത് രസം അങ്ങനെ എരി കൂട്ട വെച്ച് കഴിക്കാത്തതുണ്ട്. കൂട്ടുകാരെ വേറെ കാര്യമുണ്ട്, ഈ പണ്ട് മുതലേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എരി. എനിക്ക് ഒരു സാധനത്തിൽ എരി ഇഷ്ടമല്ല. അതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എരി കഴിച്ചതിൻ്റെ ചുവന്ന മുഖമല്ല ഇടക്കേറി. അതാ രസം വെച്ചതിൻ്റെ എഫക്റ്റായിരുന്നു. എണ്ണയ്ക്കകത്ത് എടുത്ത മസാല ഇട്ടു, മസാല ഇട്ടപ്പോൾ പിന്നെ ഇട്ടപ്പോൾ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ തുമ്മലായിരുന്നു. തുമ്മി 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 മൂക്കിക്കൂടെ തലയിൽക്കൂടെ എല്ലാം എരി കയറി. അപ്പോൾ ഇതേപോലെ രസകരമായിട്ടുള്ള വീഡിയോ കാണാൻ എൻ്റെ ചാനൽ ലൈക്കും ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നോട് പറയണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റും നിങ്ങൾ ഇടണം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം ഞാൻ ഏറ്റെടുക്കും. തോന്നൊന്നും രക്ഷയില്ല. സത്യമായി ഞാൻ മീൻ തോന്നൻ തിന്നതല്ലായിരുന്നു. ഇപ്പം എൻ്റെ മീൻ തോന്നായതുകൊണ്ട് ഞാൻ തിന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നടക്കണം. സത്യസന്ധമായ ഒരു കാര്യം വേറെ പറയാം, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു.